ഷൂട്ടിങ്ങിന് പോവുകയാണ് ഇനി എവിടെയാണെന്നുള്ളതാണ് ആൾക്കാരുടെ എന്ന് വെച്ചാൽ എല്ലാ നേരം വെളുപ്പിനെ അവരൊക്കെ കണ്ണു തുറക്കും മുമ്പ് ഞാൻ പോവും. പാരാത്രി ആകുമ്പോൾ കയറി വരും. പിന്നെ അവർക്ക് സിനിമയിലിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചോദ്യമായി സിനിമയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരു പടത്തിലും കണ്ടിട്ടില്ലല്ലോ എന്ന്. ഒരു പരിധിയിൽ ഭാഗ്യവുമുണ്ട്, മറുപരിധിയിൽ ഭാഗ്യം ഉണ്ടെങ്കിലും അത് ചെയ്യുവാൻ തക്ക പ്രാപ്തനല്ല എങ്കിൽ തീർച്ചയായിട്ടും കഴിവും കൂടി വേണം. ഇപ്പൊ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാര് അവര് ഡയലോഗ് അവര് ചെയ്യില്ല, ഞങ്ങളാണ് ഡയലോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും അവർക്ക് പേയ്മെന്റ് കൂടുതൽ കൊടുക്കും. രാവിലെ 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്കൊക്കെ പുറപ്പെട്ട് വരേണ്ട ആൾക്കാരുണ്ടാവും. 7 മണിക്ക് വന്നാൽ രാത്രി 10 മണി വരെ ആ സ്പോട്ടിൽ ഇരിക്കേണ്ടി വരും, ആ ലൊക്കേഷനിൽ. അപ്പോൾ അത്രയും വർക്ക് ഇതിനിടയിൽ ആകെ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു പാസിംഗ് ഷോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസിൽ ഒരു ക്രൗഡിൽ ഉള്ള ഒരു സീനിൽ ഏതെങ്കിലും ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു സീനായിരിക്കാം. 7 മണിക്ക് ഇത്ര ആൾക്കാർ 25 പേര് ഇവിടെ എത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എത്തിക്കണമെങ്കിൽ അവർ തലേദിവസം തൊട്ട് ഇവരാവശ്യപ്പെട്ട ഡിമാൻഡ് ചെയ്ത ആ സമയം തൊട്ട് നിരന്തരമായി ഫോൺ ചെയ്ത് ഇവിടെ വരുന്നു എന്ന് ഉറപ്പിക്കണം. രാവിലെ ഒരുത്തൻ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ഒരുത്തി വിളിച്ചു പറയുന്നു എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് ഞാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ചാടിക്കും. ആളെ കൃത്യമായിട്ടില്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അല്ല ഡയറക്ടർ കിടന്ന് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഏജൻസിനുണ്ട്. എങ്കിൽ പോലും ഈ കിടന്ന് കഷ്ടപ്പെടുന്ന രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അർഹിക്കുന്ന പ്രതിഫലം കിട്ടാറില്ല, അർഹിക്കുന്ന അംഗീകാരം കിട്ടാറില്ല. അതാണ് ഒരു ഏറ്റവും കൂടുതൽ ദുഃഖകരമായൊരവസ്ഥ. ഈ പറഞ്ഞ സൈറ്റിൽ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ഒരു ഏഴാംകൂലികളെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം, ശരിയായ രീതിയിലുള്ള സമീപനമില്ലാത്ത അവർ ദൂരെ മാറി നിൽക്കേണ്ട, ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ കഴിയുന്നത്. സ്വർണ്ണമായി പറയുന്ന മാതിരി ഒരു അവഹേളനം സാധാരണ ലൊക്കേഷനിൽ സംഭവിക്കാറുണ്ട്. ഉണ്ട്. എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ രാജീവ് കുടപ്പനക്കുന്ന് ഒരു ശ്യാം സാറിൻ്റെ ഒരു വർക്കിന് ഒറ്റപ്പാലത്ത് കൊണ്ടുപോയി. ഞങ്ങൾ 7 പേരുണ്ട്. ഒരു ഏജൻ്റാണ് പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് സാർ എന്നെ ആദ്യമായിട്ടാണ് ശ്യാം സാർ കാണുന്നത്. ഫസ്റ്റിലെ ഒരു അമ്മയുടെ വേഷം എനിക്ക് സാറ് പറഞ്ഞു രാവിലെ റെഡി ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു രാത്രി കൊണ്ട് അത് പുള്ളിക്കാരനും അറിയാം, ആ വേഷം ഒന്ന് മാറ്റിയിട്ട് വേറൊരു സ്ത്രീ വന്ന ആളിന് എന്നെക്കാളും സൗന്ദര്യം കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞതുകൊണ്ടോ അല്ല, പക്ഷെ അമ്മയ്ക്ക് ചിലപ്പോൾ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അത് അവരെ നോക്കിയില്ലല്ലോ. രാവിലെ ആയപ്പോൾ ലൊക്കേഷനിൽ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എന്നെ അവർ റെഡിയാവാൻ പറയുന്നില്ല, ആ സ്ത്രീയെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു നല്ല വേഷം മാറ്റി വേറെയാണെന്ന്. അവസാനം എനിക്കൊരതിലൊരു നല്ലൊരു വേഷം തന്നെ, ഒരു തീരെ വേഷം തന്നു. ഞാനത് സംതൃപ്തിയോടുകൂടി വരികയും ചെയ്തു. പക്ഷേ അത് എന്നെ അവിടെ അപ്പോൾ സാറും പറഞ്ഞിട്ടില്ല, എന്നെ കൊണ്ടുപോയ ആളും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വേഷം മാറ്റിയെന്ന്. ആ സമയത്താണ് ഞാൻ അറിയുന്നത്. അതല്ല ശരിക്ക് അപ്പോഴും എനിക്ക് വേദന തോന്നി. 5 ദിവസം അവിടെ നിന്നു, ഒരു വൈറ്റാട്ടിയുടെ വേഷം ചെയ്ത് ഞാൻ വന്നു. എങ്കിലും ഈ പറഞ്ഞതുപോലെ രാത്രി 10 മണി വരെ നിന്ന് അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ അഭിനയിച്ചില്ലെങ്കിലും കൊണ്ടുവന്ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വെളുക്കുന്നതുവരെ ആ കൊതുകടിയും കൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന വ്യക്തികൾ ഞങ്ങൾ പലരും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഘടനയിൽ വന്നിട്ട് 16-17 വർഷമായി. പക്ഷേ അവിടെ അന്നത്തെ 51ാമത്തെ നമ്പരുകാരിയാണ് ഞാൻ. ഈ പറഞ്ഞ 1000 പേരുടെ മുന്നിൽ 51ാമത്തെ നമ്പരുകാർ. പക്ഷെ ആ സംഘടന കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അവരുണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നുമില്ല. തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പാവങ്ങൾക്ക് ഇതുണ്ടാവില്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ പറയുന്നു നിങ്ങളുടെ മുന്നിൽ ഞാൻ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്യാം, എന്ത് വേണോ ഞങ്ങൾ ചെയ്യാം. പക്ഷേ അതിൽ കുറേ കക്ഷികൾ വന്നിട്ട് അവർക്ക് അതിനകത്ത് ചെയ്യാൻ സമ്മതിക്കില്ല. ആരെയെന്നെങ്കിലും ഏജൻറ്റുമാരെ നിന്ന് കമ്മീഷനോ അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു വേഷമോ കിട്ടുമ്പോൾ അവർ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ശാലിനിയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള പരാതികൾ ഉണ്ടോ? ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് അവർക്കൊരു പുച്ഛം പോലെയാണ്. പല സ്ഥലങ്ങളിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് നിത്യ ഒരു വരുമാനം കൂടിയാണത്. ആ വരുമാനത്തിൽ നിന്നും അല്പം അതുകൊണ്ട് എന്ത് അപമാനം ഉണ്ടെങ്കിലും സഹിക്കണം. മക്കൾക്ക് എത്ര കുട്ടികളെന്ന്? 2 കുട്ടികൾ. 2. എത്ര പ്രായമുണ്ട്? മോൾ എഞ്ചിനീയറിന് പഠിക്കുന്നു. ഈ മോൾക്കൊക്കെ വിഷമമുണ്ട് അമ്മ ഇങ്ങനെ? എല്ലാവർക്കും വിഷമമുണ്ട്. കാര്യം വീട്ടിലെല്ലാവർക്കും വീട്ടിനടുത്തുള്ള ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ 5 വർഷം കൊണ്ട് നിനക്ക് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ടും ഇതിൽ നല്ലൊരു വേഷം കിട്ടാത്തത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. മോളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോളെപ്പോഴും പറയാറുണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, നല്ലൊരു വേഷം കിട്ടാത്തത് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. സീരിയലിൽ അഭിനയിക്കുമ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴുമുള്ള സമീപനത്തിൽ എന്ത് വ്യത്യാസമാണ് തോന്നുന്നത്?
സീരിയലില് കുറച്ചും കൂടെ നമുക്ക് ഒരു കുടുംബം പോലെ നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ട് സിനിമയിൽ നമുക്ക് വലിയ ആൾക്കാര് അപ്പോൾ അവിടെ നമുക്ക് കുറച്ചൊരു അകലമായിരിക്കും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഭക്ഷണത്തില് വ്യത്യാസമുണ്ട്. അതുപോലെ ഞങ്ങൾ പക്ഷാഭേദം ഉണ്ട്. സിനിമയിലും ഉണ്ട്. സിനിമയിൽ കൂടുതലാണ്. സീരിയലിലും ചെറുതായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ റിച്ച് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വില കൂടിയ പട്ടുസാരി എല്ലാം ഉടുത്തൊരുങ്ങി ഞങ്ങൾ പോയി ഇരിക്കുക, ഒരു ചെയർ എടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓടി വന്ന പ്രൊഡക്ഷൻ. പിന്നെ വസ്ത്രം ഒരു പ്രധാന ഞങ്ങൾ തന്നെ വസ്ത്രമൊന്നും ഉടുക്കാനൊന്നും പറ്റില്ല. നല്ല വസ്ത്രം. ഇപ്പൊ ഒരു പോലീസ് വേഷം ചെയ്യുമ്പോൾ അവരെ തരും ആ സീന്. അല്ലാതെ നേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകുന്ന ഡ്രസ്സാണ്. ബാക്കിയുള്ളത് ഒരു റിച്ച് ഫാമിലി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ റിച്ച് ആയിട്ടുള്ളതൊന്നും ആ ഒരു സെറ്റപ്പിൽ പോകും. അപ്പോൾ അവിടെ പോകുമ്പോഴേ മഴയായാലും വെയിലായാലും അല്ലെങ്കിൽ നമ്മളൊരു ചെയർ എടുത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉടനെ പ്രൊഡക്ഷൻ പോയി വന്ന് അതിനെ വാങ്ങിക്കൊണ്ടുപോകും. നമ്മളെ എണീറ്റിട്ട് അവിടെ വേറെ ആർട്ടിസ്റ്റിന് ഇരിക്കുകയാണ്. നമ്മളപ്പോൾ അത്രയും ദൂരം സമയം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ തറയിലിരിക്കണം. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ 15 വർഷമായില്ലേ, അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മതി എന്തിനാണ് ഇങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിത് തോന്നിയിട്ടില്ല. നമ്മളൊരു തൊഴിൽ, ഒരു ആത്മാർത്ഥത അതിലുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടും എന്നുള്ള ആ ഒരു. ഇപ്പൊ ഭക്ഷണത്തിന്റെ വ്യത്യാസം പറഞ്ഞു. എന്ത് രീതിയിലുള്ള ഈ നോൺ വെജ് വെജ് അങ്ങനെയുള്ള എന്ത് രീതിയിലുള്ള വ്യത്യാസമാണ്, പക്ഷാഭേദമാണ് അവർ കാണിക്കുന്നത്? ഫിലിമില് രാജീവ് അവിടെ ഇരുന്ന് ചിരിക്കുക. രാജീവിനിട്ട് വെച്ചിട്ടുണ്ട്. പറയൂ. ഫിലിമിലാകുമ്പോ ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ ഭക്ഷണങ്ങൾ മുന്തിയ ഇനങ്ങള് മെയിൻ ആക്ടർക്കും. അല്ലാതെ ഒരു സെറ്റ് നമുക്ക് തന്നെ ജൂനിയേഴ്സിന് മാത്രം ഒത്തിരി ക്രൗഡൊക്കെ ഉള്ള ഇതിലാണെങ്കിൽ നമുക്ക് പ്രത്യേകം സെറ്റ് ചെയ്ത് ഒരു സ്ഥലത്താണ് ഞങ്ങൾക്ക് തരുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. പിന്നെ നമ്മൾ നിന്നാണ് കൂടുതൽ കഴിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. അത് സീരിയലിലായാലും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മേരി ഒരു ചിരി. ഈ നമുക്ക് ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ മാറ്റിവെക്കാം. അതിന് മുൻപുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ജീവിതം എങ്ങനെയായിരുന്നു ശരിക്കും നിങ്ങൾ അനുഭവിച്ചിരുന്നത്? ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. ഒരേ നിമിഷത്തിൽ പറയും അവരോട് ആരെങ്കിലോട്ടും പറഞ്ഞ് പിന്നെ മിക്ക സ്ഥലത്തും നമ്മളെ വിളിക്കല. ഭൂരിപക്ഷം നമ്മൾ ആ ഒരു എന്തിനല്ലേ കാത്തിരിക്കണ. വിളിക്കാതെ വരുമ്പോ ഈ വെളുത്തവരെ എടുക്കുള്ളൂ, കറുത്തവരെ വേണ്ട, ഇങ്ങനെയുള്ള എന്തൊക്കെ പറയാ എന്താണ്. അപ്പോഴും നമ്മൾ ചെല്ലുമ്പോ നമ്മളേലും കറുത്തവരവിടെ ഉണ്ടാവും. പക്ഷെ അത് അവരുടേതായ ഭാഗത്തുള്ള കാര്യമാണ്. നമ്മളെ ഏജൻസിന് അങ്ങനെ ഒരു എന്തുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ വിളിക്കുള്ളൂ, അല്ലാത്തവരെ. പിന്നെ കുറെ ക്രൗഡൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെയും കൂടി കൂട്ടത്തിൽ വേണോ, അങ്ങനെയൊക്കെ വിളിക്കലും ഇതൊക്കെയുള്ളതാണ്. ഇപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പോസ്റ്റ്മാനായിട്ട് ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ സ്ഥിരം പോസ്റ്റ്മാനായിട്ട് പക്ഷെ അയാൾ നല്ല നമ്മൾ കാണുന്ന സ്ഥിരം പോലീസുകാരായിരിക്കും. നേരെ മറിച്ച് ഒരു ഡയറക്ടർക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ വിചാരിച്ചാൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം പറഞ്ഞു സിനിമയ്ക്ക് 1000 രൂപ കൊടുക്കണമെന്ന്. ഇന്ന് വരെ ഇതിൽ ഏതെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് 300 രൂപയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ എന്ന് മേഡം ഒന്ന് അന്വേഷിക്കണം. 300 രൂപ 400 രൂപ. അപ്പോൾ ഈ രീതിയിലാണ് ഏജൻറ്റുമാർ കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറയുന്നത്, അപ്പോൾ ഏജൻറ്റ് മുഖാന്തരം അല്ലാതെ നേരിട്ട് അസോസിയേഷനിൽ നിന്ന് ആൾക്കാരെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒഴിവാക്കാം. നിസ്സാരം ഇപ്പോൾ 650 രൂപ കിട്ടിയാൽ 50 രൂപ അസോസിയേഷൻ എടുത്തുകൊണ്ട് 600 രൂപ അവർക്ക് കൊടുക്കാം. ആ ഒരു സംവിധാനമാണ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്ക് രാവിലെ 7 മണിക്ക് വന്നാൽ ഒരു 8 മണി വരെ മാക്സിമം നിൽക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ബസ്സിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കെന്ന് പറഞ്ഞാൽ 9:30 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പോഴേ 9:30 അല്ലെങ്കിൽ 9 മണിക്ക് വിടാന്ന് പറഞ്ഞാണ് വിളിക്കണം. എൻ്റെ പേര് ബിന്ദുവാണ്. ഞാൻ 5 വർഷമായി. ഞാൻ കൂടുതലും പോലീസ് വേഷമാണ് ചെയ്യണത്. അത്യാവശ്യത്തിന് ഡയലോഗ് പറയുന്നേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയില്ല, തന്നിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. അങ്ങനെ 10 ക്യാരക്ടർ കിട്ടിയാൽ അഭിനയിക്കാൻ പറ്റും എന്ന് വിശ്വാസമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഞാൻ 2 ഷോർട്ട് ഫിലിം ചെയ്തതിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു പോലീസുകാരിയായിട്ടും ഒരു ശാന്ത ചേച്ചി എന്നുള്ളൊരു ക്യാരക്ടറിൽ ഡബ് ചെയ്ത് ഞാനാണ്. അപ്പോഴേ പിന്നെ 10 മണി ആയിപ്പോയാൽ എനിക്ക് ബസ് കിട്ടൂല. അപ്പോഴേ പറയും 10 മണി ആവുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിടേണ്ട സെറ്റപ്പ് ചെയ്യാമെന്നാണ് ഈ ഏജൻറ്റുകാർ പറയണം. പക്ഷെ 10 മണി ആകുമ്പോഴും പറയും ഇപ്പോൾ ബസ് കിട്ടും ഓടിപ്പോകുന്നു. ഇനി 10 മണി കഴിഞ്ഞു പോയി 9:45 കഴിഞ്ഞു പോയാൽ പിന്നെ 11:30 എനിക്ക് ബസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ.
സിനിമയ്ക്കുള്ളിലെ ബുദ്ധിമുട്ടുകൾക്ക് പുറമെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ? സമൂഹത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾക്കാർ പറയും കൂടുതലും പോലീസ് വേഷമായതുകൊണ്ട് അടിയും തൊഴിയായിട്ടുള്ള സീനാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിനാ ആ കുട്ടി എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് അടിക്കണത് എന്നൊക്കെ ഉള്ള ഒരു പരിഗണന. അല്ലാതെ ഇങ്ങനെ ഒരു അംഗീകാരം ഇല്ലാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് പരിഹാസം അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ട് ഇല്ല. വീട്ടിലൊരു മോള് ചെന്നോടനെ ചോദിക്കും, അമ്മ ഡയലോഗ് ഉണ്ട് മക്കളെ എന്ന് പറയും. ആ ചെയ്തല്ല എന്ന് പറയും. അത്രയും വലിയ സന്തോഷം തന്നെ വീട്ടിൽ. വേറെ പ്രശ്നമൊന്നും. എത്ര രൂപ കിട്ടാറുണ്ട് ഒരു കോൾ ഷീറ്റ്? ഡയലോഗ് ചെയ്തിരുന്നാലും ഈ പറഞ്ഞതുപോലെ 400-500 രൂപ. ഡയലോഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതേ എമൗണ്ട്? ഇതേ തന്നെ. ഇത് എല്ലാം ഒരേ പേയ്മെന്റ് ആണ്. പിന്നെ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തപ്പം കൂടുതൽ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. 1000 രൂപ 1500 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവര് ഇതൊക്കെ കണ്ടിട്ട് അത് ചെയ്യുമെന്നുള്ള വിശ്വാസം കൊണ്ട് വിളിച്ച് സീന അഭിനയിപ്പിച്ചിട്ട് തരുന്നതാണ്. ബേബി നേരത്തെ പറഞ്ഞ പോലെ ബിജുവിലേക്ക് എത്തുന്നതിന് മുൻപുള്ളൊരു കാലം ഇത്തരം അവഹേളനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല? ഒരുപാട്. അപ്പൊ തോന്നുവോ വേണ്ട ഇനി ഈ പരിപാടി വേണ്ട എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും പിന്നെ എനിക്ക് അതിനോടുള്ള ആഗ്രഹങ്ങളും ഉണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെ അവഗണിച്ച് വീട്ടുകാർ നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ, ഭർത്താവും കുട്ടികളും. എന്തെല്ലാം തരത്തിലുള്ള അവഹേളനമാണോ? ഭക്ഷണപരമായിട്ടാണോ, അതല്ലെങ്കിൽ പേയ്മെന്റിന്റെ ആണോ, അല്ലെങ്കിൽ അവരുടെ നമ്മളോടുള്ള ട്രീറ്റ്മെന്റ് ആണോ? കുട്ടി പറഞ്ഞതുപോലെ 10 മണിയൊക്കെ ആവുമല്ലോ രാത്രി. ഞാൻ ഈ SLB എടുത്തുനിന്ന് എറണാകുളത്ത് പോയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ വീട് എറണാകുളത്തായതുകൊണ്ട് അനിയത്തിമാരുടെ വീടൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ വീടുകളിലൊക്കെ പോയി കിടക്കേണ്ട ഗതികേട് വരും. ആ സമയത്തൊന്നും ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് 5 മണിക്ക് പോയാലാണ് 7 മണിക്ക് എനിക്ക് ലൊക്കേഷൻ എത്താൻ പറ്റുള്ളൂ. 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വഴക്ക് കേൾക്കണം. കാരണം ഇവിടെ നിന്ന് 4:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി പോകും. 4:00 ഇവിടെ നിന്ന് പോകണമെങ്കിൽ 3 മണിക്കെങ്കിലും ഞാൻ വീട്ടിൽ എഴുന്നേക്കണം. വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് വേണ്ടേ പോകാനായിട്ട്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ സഹിച്ചു. പിന്നെ അപ്പം ഇതേപോലെ കാണൂല. ഏതെങ്കിലും സിനിമയിലോ സീരിയലിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വന്ന് എല്ലാവരോടും അതിലുണ്ട് ഇതിലുണ്ടെന്നൊക്കെ പറയും. പടം വരുമ്പോൾ ഒന്നും കാണൂല. അപ്പം അതിന് കളിയാക്കൽ കുറേ കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ലൊക്കേഷനിൽ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. ഏത് പടത്തിന്? പലതിനും കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ശ്രീദേവി പറഞ്ഞു കസേര എടുത്തിട്ട് പോയ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് സങ്കടം വരുമല്ലോ, അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഏജന്റിനോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ വിളിക്കില്ല. വീട്ടിൽ വന്ന് നിന്നിട്ട് സങ്കടം പറയോ? പറയും. എന്ത് പറയും? അപ്പൊ പറയും ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട എന്ന് പറയും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അവര് വിളിക്കും. അപ്പൊ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോർത്ത് നമ്മൾ പോകും. നേരത്തെ പറഞ്ഞു സംഘടന ഒന്നും വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതിന്റെ മീറ്റിംഗ് ഒക്കെ നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പോവാറുണ്ടോ? ഉണ്ടായിരുന്നു. പല സംഘടനയെന്ന് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് മാറി നിൽക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് സംഘടന ഒരു പ്രയോജനമില്ല? പ്രയോജനം അല്ല. സംഘടനയെ ഞങ്ങളൊക്കെ ചെന്ന് ഒക്കെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നതല്ല നമ്മുടെ നേതാക്കന്മാർ ചെയ്യുന്നത്. അവർ കുറെ ഒരു ഗ്യാങ്ങായിട്ട് കൂടിയിട്ട് നമ്മൾ പറയുന്നത് അവരെ അംഗീകരിക്കില്ല. ട്രേഡ് യൂണിയനാണ്. ആ ട്രേഡ് യൂണിയൻ. അപ്പോൾ അതിന് ഗവൺമെന്റിൽ നിന്ന് തന്നെ പ്രഖ്യാപിച്ച സാലറി ഉണ്ട്. 410 രൂപ ഒരു ഷെഡ്യൂളിന്, അതായത് 6 മണിക്കൂറിന് 410 രൂപ വിത്ത് DA 650 രൂപയാണ് ഒരു ഷെഡ്യൂളിന് മിനിമം കിട്ടേണ്ടത്. ഡയലോഗ് ഉള്ളതിന് അതിലും കൂടുതൽ കിട്ടും. പക്ഷേ ഇതൊക്കെ വാങ്ങിച്ചാലും ഏജന്റുമാർ കൊടുക്കുന്നത് പുതിയ ആൾക്കാർക്ക് 300 രൂപ. ഏജന്റുമാരെ കുറിച്ചാണല്ലോ ഏറ്റവും അധികം പരാതി വരുന്നത്. ഏജന്റുമാർ ഒത്തിരി പേരുണ്ട് മാഡം. അപ്പോൾ അവര് ഓരോരുത്തരും ഓരോ ഇതാണ്. പക്ഷെ അഭിനയിക്കാൻ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരണതിൽ ഒരുപാട് അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, പയ്യന്മാരുണ്ട്, പാടാൻ അറിയാമെന്നുള്ളവരുണ്ട്, ഡാൻസ് അറിയാമെന്നുള്ളവർ. അപ്പോൾ അവർക്ക് ഇങ്ങനെ വരുമ്പം ചില സീനുകളൊക്കെ പാസിങ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും മൂലയിൽ ചെന്നിരിക്കണതായിരിക്കും. അപ്പം പിന്നെ വരുമ്പോൾ അവർ മടി തോന്നും. അപ്പം പറയും ചേച്ചി ഞങ്ങൾ അതിൽ വന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഡയലോഗ് വേഷം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് നല്ലൊരു സീന് സംഭവം തന്നിട്ടില്ല, അപ്പം ഞങ്ങൾ അതിൽ വരണില്ല. അപ്പോൾ ഇവരങ്ങനെ പോകുമ്പോൾ പിന്നെയും പുതിയ ആൾക്കാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ ഏജൻറ്റുമാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഏജൻറ്റിൻ്റെ കൂടി പറയണ 10 ആൾക്കാർ വേണം എന്ന് പറയുമ്പോൾ അതിൽ പ്രായമുള്ളവർ കാണും, പ്രായം കുറഞ്ഞവർ കാണും. പ്രായം കുറഞ്ഞ ഏജൻറ്റ് കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ ആ ഏജൻറ്റിനാണ് കൂടുതൽ വർക്ക് കൊടുക്കുന്നത്. ഒരു 20 വയസ്സായ പെൺപിള്ളേരെ ഒരു 10 കുട്ടികളെ വേണമെന്ന് പറയുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ വർക്ക് കൊടുക്കുന്നത്. പ്രായം കൂടുതലുള്ളവരെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വർക്കില്ല.
നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെയല്ലേ അവരിവിടെ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവം ചെയ്യാനാണ് എന്ന് പറയാം. അപ്പം ഞാൻ പറയും ചിലപ്പം പ്രായം കൂടിയാലും അവർ തോന്നൂലല്ലോ, അവർക്ക് അഭിനയിക്കാനുള്ള കഴിവുള്ളവരായിരിക്കും, അവർക്ക് പാടാനറിയാം, പിന്നെ ഡാൻസ് അറിയാം. അപ്പം അവരെ നിങ്ങളൊന്ന് അഭിനയിച്ച് അപ്പോൾ അവർ വന്നിട്ട് പിന്നെ പറയും ഇതിൽ വേഷങ്ങളൊന്നും കിട്ടണില്ല എന്നും പറഞ്ഞ് ചിലവർ പോകുന്നു. അപ്പം ഞാൻ തന്നെ പറയും എന്നാലും കുഴപ്പമില്ല, ഒരു വരുമാനം കിട്ടുമല്ലോ ഡെയിലി. അങ്ങനെ കുറച്ച് പേരെ നമ്മൾ ഉത്സാഹിച്ച് കൊണ്ടുവരണവരുമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. പിന്നെ ഏജൻറ്റുമാരെന്ന് പറയുമ്പോൾ ഒരു 6-7 പേരുണ്ട്. അവർക്ക് അതനുസരിച്ചുള്ള ആൾക്കാരെ പുതിയ ആൾക്കാരെ കൊണ്ടുവരും തോറും അവർക്ക് വർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ പഴയ ആൾക്കാരെ അവർ അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പൊ സിനിമ മൊത്തത്തിൽ സിനിമയൊന്ന് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസേഴ്സിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ സ്ഥിരം സിനിമകളിൽ കണ്ടിരുന്ന ഗ്രൂപ്പ് ഡാൻസേഴ്സിനൊന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പോൾ വിദേശങ്ങളിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടാണ്. അതിനെതിരെ ഗ്രൂപ്പ് ഡാൻസേഴ്സ് അസോസിയേഷനിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചില സിനിമകൾ ആ ഒരു ഗ്രാമത്തിൽ നടക്കണമെങ്കിൽ ആ ഗ്രാമത്തിലുള്ളവരെയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആരും വേണ്ട, സ്ഥിരം കണ്ടവരൊന്നും വേണ്ട, അങ്ങനെ അഭിനയിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ വരുന്നുണ്ടല്ലോ അല്ലെ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അറിഞ്ഞുകൂടാ പ്രഭാകരന്. അല്ല, ഞാൻ പറയാം ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചില ഡിസിപ്ലിനൊക്കെ കാക്കേണ്ടി വരും. ഈ വരുന്ന ആൾക്കാരെ ആരെങ്കിലും ഒക്കെ പിടിച്ച് നിർത്തി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ റിസ്ക് എടുക്കാൻ മടിച്ചുകൊണ്ട് നമ്മളൊരു ട്രെയിൻഡ് ഞാൻ ട്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ട്രെയിൻഡ് തന്നെ ആയിരിക്കും. ഒരുപാട് വർഷം വന്ന് പരിചയമുള്ളതുകൊണ്ട് ഇന്ന സമയത്ത് എത്തണം, ഇന്ന ചെയ്യണം, ഇന്ന സ്ഥലത്ത് നിൽക്കണം, എല്ലാ തരത്തിലുള്ള സിനിമയുമായി ഒരു പരിചയം ഇല്ലെങ്കിൽ ഇതുവഴി നടന്നു പോകുമെന്ന് പറയാം. അവർക്ക് നടന്നു പോകാൻ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലെ? ക്യാമറയുടെ അല്ലെ, ക്യാമറയിൽ നോക്കരുത്, അല്ലെങ്കിൽ ഈ ലൈറ്റ് കവർ ചെയ്യാതെ പോകണം എന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസർ ലാഭം ഉണ്ടാക്കാൻ മാത്രമല്ല വർക്ക് എളുപ്പമാക്കാൻ കൂടെ അത്തരം ചില കാര്യങ്ങളിലേക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അല്ലാതെ വിളിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഏജന്റുമാരുടെ കാര്യത്തിലാണെങ്കിൽ അവർ തമ്മിൽ ഭയങ്കരമായ കിടമത്സരം ഈ രംഗത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അസംഘടിത മേഖല ആയതുകൊണ്ട് തന്നെ എങ്ങനെയായാലും ഇവിടെ നിന്ന് മുഖം കാണിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഏജന്റുമാരുടെ പല കാര്യങ്ങളും അവരുടെ ഈ പറഞ്ഞ പോലെ ചൂഷണങ്ങൾ നടക്കും. അത് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഘടനകൾ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നാലേ പറ്റുള്ളൂ. ഇവര് 51-ാം നമ്പറുകാരിയാണ് ആ സംഘടനയിലെങ്കിൽ പോലും 25 വർഷമായ ആ സംഘടന എന്തുകൊണ്ട് ഇന്നും അവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അതിനകത്തുണ്ട്. നമ്മൾ എങ്ങനെ സജീവമല്ലാതിരിക്കുന്നു, നിർജ്ജീവമായിരിക്കുന്നോ അതുകൊണ്ട് തന്നെയാണ് ആ സംഘടന അങ്ങനെ ആയിപ്പോയത്. പക്ഷേ അത് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അവരുടെ ആനുകൂല്യങ്ങളുള്ള ഒരു സംഘടനയാണിത്. ഇപ്പോഴും അതിന് ഒരു പ്രത്യേക കാർഡൊക്കെ കിട്ടാനുണ്ട് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ആ കാർഡുണ്ടെങ്കിൽ ESI വരെ, അതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ വരെ, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വരെ. സെൻട്രൽ വെൽഫെയർ ബോർഡ്, സ്റ്റേറ്റ് വെൽഫെയർ ബോർഡ് എന്നൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലെല്ലാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് അത് അറിയാം, അല്ലെങ്കിൽ എത്ര പേര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. അതാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതിന് ഒരു പരിധി വരെ സംഘടനയാണ് സാർ ഏറ്റവും കൂടുതൽ, അത് ഇവരെ സഹായിക്കേണ്ടത് സംഘടനയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ സെൻട്രൽ വെൽഫെയർ ബോർഡോ സ്റ്റേറ്റ് വെൽഫെയർ ബോർഡോ ആണെങ്കിൽ അവർക്കൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ ഫോം ഇവർക്ക് വിതരണം ചെയ്യേണ്ടത് സംഘടനയാണ് അല്ലെ? അത് സംഘടന ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ചികിത്സ, അതിൽ കൂടി ചികിത്സ ഫ്രീ ആണ്. എന്ത് രോഗം വന്നിട്ടുണ്ടെങ്കിലും സർക്കാരിൽ നിന്ന് ഒരു തുക ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ സ്റ്റേറ്റ് വെൽഫെയർ ബോർഡിൽ ഞാനും ഒരു മെമ്പർ ആയതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് അറിയാം. ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞ ആ നിമിഷം 75,000 രൂപയാണ്. പിന്നെ ഓരോ അസുഖത്തിന്റെ ഗൗരവം അനുസരിച്ച് തുക കൂടിയും കുറഞ്ഞും ഇരിക്കും. പക്ഷെ ഇത് ഈ പറയുന്ന മാതിരി എത്ര പേർക്ക് അറിയാം എന്നുള്ളത് അതൊക്കെ ഒരു സംഘടനയുടെ വീഴ്ചയല്ലേ തന്നെ. ഈ സംഘടന ഇന്നും വരെ ഇത് ശക്തമായിട്ട് നീങ്ങിയിട്ടില്ല. ഈ റൂൾസ് പഠിച്ച ആരും ചെയ്തിട്ടില്ല, ആർക്കും അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഓഡിഷൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഒരു റിഹേഴ്സലോ അങ്ങനെ വല്ലതും ഉണ്ടാവാറുണ്ടോ? എല്ലാ സിനിമയ്ക്കും അല്ലല്ല, ഡയലോഗ് പറയേണ്ട സാധനമാണെങ്കിൽ അത് നേരത്തെ ഡയലോഗ് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തന്നെ ചെയ്യാറുള്ളൂ. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുവിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. അവര് ഓഡിഷൻ ഉണ്ടായിരുന്നു, എന്നിട്ട് അത് റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ രണ്ടുപേരെ ആ സിനിമയിൽ തെരഞ്ഞെടുത്തത്? ഞങ്ങളുടെ കോർഡിനേറ്റർ റഫീഖ് എന്ന് പറഞ്ഞ ആള് ഈ അവിടെ ഓഡിഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു. സാധാരണ വിളിക്കുന്ന പോലെ വിളിച്ചു. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട അതൊന്നും പറഞ്ഞില്ല. ഓഡിഷൻ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ ഓഡിഷന് പോവാറുണ്ട്, പോയിട്ട് വരും,
പിന്നെ വിളിക്കാറില്ല. അതുപോലെ അന്നും വിളിച്ചു. പിന്നെ ഞങ്ങൾക്ക് ദിവസവും വർക്ക് ചെയ്യുന്ന ആളല്ലേ, ഈ എല്ലാ സിനിമയ്ക്കും ഉണ്ടാവാറില്ല അല്ലേ? എല്ലാത്തിനും ഉണ്ടാവാറില്ല. അന്നിപ്പോ ഞങ്ങൾ സ്ഥിരം വിളിക്കണോണ്ട് അന്നും പോയി. അന്നും പോയപ്പോഴാണ് ഷൈൻ സാറായിരുന്നു എന്റെ ഓഡിഷൻ നടത്തിയത്. സാർ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അതൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത് കാണിച്ചു. പൊയ്ക്കോ വിളിക്കാന്ന് പറഞ്ഞു. സാധാരണ പോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ബാക്കി 2 പേരും ആ ഓഡിഷനിൽ ഉണ്ടായിരുന്നു.